ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സഹിയോൻ ഏകദിന ധ്യാനമായിരുന്നു. കർത്താവിൻ്റെ വചന സമൃദ്ധിയായി ദൈവജനം അനുഭവിച്ചു. തീർത്ഥാടനമൊക്കെ നടത്തിയവർ മടങ്ങുകയാണ്. ആലപ്പുഴയിലെ നെയ്യാറ്റിൻകര വട്ടാലിച്ചൻ്റെ കൺവെൻഷൻ നടക്കുകയാണല്ലോ. പിന്നെ ഞാനിത് ഇങ്ങനെ പറയുന്നത് വേറെ എഡിറ്റിംഗ് ഒന്നും ഇല്ല, അതൊരു ആത്മാവിൽ ഒരു തോന്നൽ അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് വേറെ അതൊക്കെയാണ് കുറച്ച് തെറ്റൊക്കെ വരുന്നത്, സാരമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില മനുഷ്യർ ചോദിക്കാറുണ്ട്, നമുക്ക് എങ്ങനെ ദൈവത്തെ അറിയാൻ വേണ്ടി പറ്റും? ദൈവത്തെ അറിയാൻ പല മാർഗങ്ങളുണ്ട് അല്ലേ? വചനത്തിലൂടെ നമുക്ക് ദൈവത്തെ അറിയാം. പല മാർഗങ്ങളിലൂടെ കർത്താവിനെ നമുക്കറിയാം. ഒരു മാർഗം ബൈബിളിലുള്ള നിങ്ങളോട് പറയാം. 1 യോഹന്നാൻ 4:7 വചനം പഠിപ്പിക്കുകയാണ്, സഹോദരരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അങ്ങനെ നമുക്ക് ദൈവത്തെ അറിയുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തമ്മിൽ നന്നായിട്ട് സ്നേഹിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നൊരു സംഗതിയാണ് സ്നേഹം, അഥവാ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ അറിയാനുള്ള മാർഗം എന്താ? സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തെ അറിയിക്കാനുള്ളൊരു മാർഗങ്ങളിൽ ഒന്നാണ് എന്താ? സ്നേഹിക്കുക. ഇപ്പം നിൻ്റെ ഓഫീസിൽ ഈശോയെക്കുറിച്ച് അറിയത്തില്ലാത്ത ഒരാളുണ്ടെന്ന് കരുതുക, നീ അവനെ അങ്ങ് സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബൈബിളിലെ സ്നേഹമാണ്. ബൈബിളിലെ സ്നേഹത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ടല്ലോ അല്ലേ? അതായത് അത് ക്ഷമയെ ഉൾക്കൊള്ളുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബൈബിളിലെ സ്നേഹമെന്ന് പറയുന്നത്. ശത്രുവിനെ വെറുക്കാത്തതാണ്. ഇതെല്ലാം വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തികളിൽ നിന്നാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് പറയുക. അവനെ കാണുന്നവൻ ദൈവത്തെ അറിയുക, അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തെ കൊടുക്കാൻ അറിയിക്കാനുള്ള മാർഗവും ഈ സ്നേഹത്തിൽ വളരുക എന്നുള്ളതാണ്. നമുക്കതുണ്ട്, പക്ഷെ അതിനൊരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിന് ഈശോ കൃപ തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.